അപ്പൊ 360 ആളുകൾക്ക് ഭക്ഷണം കൊടുക്കാൻ കഴിവില്ല. 2 റക്അത്ത് ദുഹാ നിസ്കരിച്ചാൽ മതി. 360 ആളുകൾക്ക് ഭക്ഷണം കൊടുത്ത പ്രതിഫലം കിട്ടും. 360 ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുക. എന്താ ഈ 360ന്റെ കണക്ക്? എന്താ നബിയെ 360ന്റെ കണക്ക്? ഒന്നുമല്ല, ഒരു മനുഷ്യന്റെ ശരീരത്തിലെ ഏപ്പുറുപ്പുകൾ, കെണുപ്പുകൾ, മഫാസിലുകൾ 360 ഓരോ കെണുപ്പുകൾക്കും സംഭവിക്കാവുന്ന അപകടങ്ങളിൽ നിന്ന്, ആപത്തുകളിൽ നിന്ന് അള്ളാഹു അവനെ രക്ഷപ്പെടുത്താൻ വേണ്ടി 360 കെണുപ്പുകൾക്കും വേണ്ടി ധർമ്മം കൊടുക്കണം. അതിന് കഴിയാത്തവരില്ലേ? 2 റക്അത്ത് ദുഹാ നമസ്കരിച്ചാൽ ഇതിന്റെ പുണ്യം കിട്ടും. ആണാകട്ടെ പെണ്ണാകട്ടെ 2 റക്അത്ത് ദുഹാ നിസ്കരിക്കുക. നിസ്കരിക്കാത്തവരൊക്കെ ഇനി മുതൽക്ക് നിസ്കാരം നിലനിർത്തണം. ഖബറിൽ ഇരുട്ടുണ്ടാവില്ല. ദുഹാ നിസ്കാരം പതിവാക്കിയ മനുഷ്യന് ഖബറിൽ ഇരുട്ടുണ്ടാവില്ല. സുഖമായിട്ട് കിടക്ക ഖബറിൽ. വലിയ പുണ്യമുള്ള നിസ്കാരം ദുഹാ നമസ്കാരം. 2 റക്അത്ത് നിസ്കരിച്ചാൽ മതി ചുരുങ്ങിയത്. പെണ്ണുങ്ങളെ, ളുഹറിന്റെ ബാങ്ക് വിളിക്കുന്നതിന് 10 മിനിറ്റ് മുമ്പ് ഒളു ഉണ്ടാക്കി കയറാൻ. അടുക്കളയിലെ ജോലി കഴിഞ്ഞിട്ട് വേണ്ട കയറാൻ. അസർ വരെ പണിയെടുത്താലും അടുക്കളയിലെ ജോലി കഴിയൂല. എന്താ ഇപ്പം ഇത്ര പണിയുള്ളത്? പഴയ കാലത്തെ മാതിരി വിറക് കൊത്തണ്ട, ഗ്യാസാണ്, ചെവി പിടിച്ച് തിരിച്ചാൽ മതി, എല്ലാം റെഡിയാണ്. സർവ്വസാധനങ്ങളും അങ്ങ് തയ്യാറാക്കി വെച്ചിട്ട് ഇതങ്ങ് തിരിച്ചു കൊടുത്താൽ പയറ് വേവിച്ചെടുക്കുമ്പോഴേക്ക് അപ്പുറത്ത് മീന് റെഡിയാണോ അതങ്ങ് പൊരിച്ചെടുത്തൂടെ? ഇങ്ങനെ ഓരോ സർവ്വസാധനം അങ്ങ് റെഡിയാക്കി വെച്ചാൽ 10 മിനിറ്റ് കൊണ്ട് പണി കഴിക്കാനല്ലേ ഉള്ളൂ. പക്ഷേ ഒരു പ്ലേറ്റ് കഴുകണമെങ്കിൽ 1/2 മണിക്കൂർ വേണം. അപ്പൊ വീട്ടിലുള്ള മക്കളും ബാപ്പയും ഭർത്താവും എല്ലാവരും കൂടി തിന്ന പ്ലേറ്റ് കഴുകാൻ 3-4 മണിക്കൂർ എടുത്താൽ ഈ പണിയൊന്നും നടക്കൂല. അതിരാവിലെ തന്നെ പെട്ടെന്ന് പണിയങ്ങ് തീർത്ത് ഒന്ന് കൈ സ്പീഡാക്കിയാൽ 10 മണിയാകുമ്പോഴേക്ക് അടുക്കള ജോലി മുഴുവൻ കഴിഞ്ഞാൽ പെണ്ണ് ഫ്രീ ആണ്. ഇപ്പൊ പെണ്ണുങ്ങൾക്ക് കുറെ ഫ്രീ ആകാൻ പഠിച്ചിട്ടുണ്ട്. കാരണം നല്ല സീരിയലുകളൊക്കെ വന്നതുകൊണ്ട് പണിയൊക്കെ വേഗം കഴിച്ചിട്ട് വാതിലും അടച്ചു പൂട്ടിയിരുന്ന് ഇത് കാണാൻ വേണ്ടി കൈ സ്പീഡൊക്കെ വന്ന പെണ്ണുങ്ങളൊക്കെ ഉണ്ടാകും. പക്ഷേ നിങ്ങൾ TV കാണാനല്ല സ്പീഡാക്കേണ്ടത്. 2 റക്അത്ത് ദുഹാ നിസ്കരിച്ചുകൊണ്ട് ളുഹറിനെ പ്രതീക്ഷിച്ചിരിക്കുക. ളുഹർ നിസ്കരിക്കേണ്ട ഏറ്റവും നല്ല ടൈം ഒരു 9 മണിയാണ്. എളുപ്പം പറയാണ്, 9 മണിയാണ് ഏറ്റവും നല്ല ടൈം. ആ ടൈമിന് ഈ ഒത്തു കിട്ടിയില്ലെങ്കിൽ കുറച്ച് നേരത്തെ നിസ്കരിച്ചാലും കുഴപ്പമില്ല. സൂര്യൻ ഉദിച്ച് 20 മിനിറ്റ് കഴിഞ്ഞാൽ നിസ്കരിക്കേണ്ട ടൈമായി. ഒരു കുന്തത്തിന്റെ കതിർ പൊന്തുക എന്ന് പറഞ്ഞാൽ ഇന്ന് കുട്ടികൾക്കൊന്നും അത് പെട്ടെന്ന് മനസ്സിലാവില്ല. എളുപ്പം മനസ്സിലാകാൻ പറഞ്ഞാൽ സൂര്യൻ ഉദിച്ച് 20 മിനിറ്റ് ആയാൽ ടൈമായി. ളുഹർ ബാങ്ക് വിളിക്കുന്നത് വരെ ടൈമുണ്ട്. അപ്പൊ ളുഹർ ബാങ്ക് വിളിക്കുന്നതിന്റെ ഒരു 10 മിനിറ്റ് മുമ്പ് പള്ളിക്ക് എത്തിയാൽ, ജോലി തിരക്കും മറ്റൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ, അല്ലെങ്കിൽ കട തുറക്കാൻ പോകുന്നതിന് മുമ്പ് അങ്ങാടിയിലേക്ക് വന്നപ്പോ പള്ളി കയറി 2 റക്അത്ത് നിസ്കരിച്ചിട്ട് പോയിട്ട് കട അങ്ങ് തുറന്ന എന്തൊരു ബർക്കത്താണ്. 360 മനുഷ്യന്മാർക്ക് ഭക്ഷണം കൊടുത്ത കൂലിയാണ്. നിന്റെ ശരീരത്തിന്റെ ഓരോ കെണുപ്പുകൾക്കും ഏപ്പുറപ്പുകൾക്കും ഉണ്ടാകുന്ന അപകടം അല്ലാഹു തആല തട്ടിമാറ്റി തരും.